Hi, in this lecture we are going to discuss about the characteristics of an enhancement type MOSFET. So ഇവിടെ വരച്ചിട്ടുള്ളതാണ് നമ്മുടെ enhancement type MOSFETന്റെ ഒരു സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, ഹിയർ നമ്മൾ ഒരു enhancement type MOSFETന്റെ ഡയഗ്രാം വരച്ചിട്ടുണ്ട് and there is some electrical connection. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ ഇവിടെ VGS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വോൾട്ടേജ് കണക്ട് ചെയ്തിട്ടുണ്ട്. VGS പോസിറ്റീവ് വോൾട്ടേജ് ആണ്. സോ ഗേറ്റിലേക്ക് നമ്മൾ പോസിറ്റീവ് ടെർമിനൽ ആണ് കണക്ട് ചെയ്യുന്നത്. ആൻഡ് വി ആർ ഓൾസോ കണക്റ്റഡ് VDS. നമ്മൾ VDSും കണക്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഡ്രെയിനിന്റെയും സോഴ്സിന്റെ ഇടയിൽ നമ്മളൊരു പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ എൻഹാൻസ്മെന്റ് ടൈപ്പ് മോസ്ഫെറ്റ് ആയതുകൊണ്ട് തന്നെ മോസ്ഫെറ്റിന്റെ ഫാബ്രിക്കേഷൻ ടൈമിൽ ഈ ഒരു ചാനൽ പ്രസന്റ് അല്ല. ഓക്കെ, ചാനൽ നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്യുന്നില്ല. ഇതിന്റെ കൺസ്ട്രക്ഷൻ പറഞ്ഞ ടൈമിൽ നമ്മൾ അത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സോ ദർ ഈസ് നോ ചാനൽ. ക്ലിയർ? ഫസ്റ്റ് നമ്മൾ VGS ഈക്വൽ ടു 0 വോൾട്ട് എന്ന് അപ്ലൈ ചെയ്യാണ്. സോ ഇവിടെ DC സോഴ്സ് കണക്ട് ചെയ്യാതെ നമ്മൾ ഈ VGSനെ ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദർ ഈസ് നോ VGS, ദർ ഈസ് നോ ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ്. ആ ടൈമിൽ നമ്മളുടെ ചാനൽ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്യുമ്പോൾ ചാനൽ ഇല്ല. ഓക്കെ, സോ VGS 0 ആവുന്ന ടൈമിൽ ചാനൽ ആബ്സെന്റ് ആണ്. സോ ചാനൽ ആബ്സെന്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ VDS അപ്ലൈ ചെയ്താലും there will not be any flow of electrons. ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാവില്ല. ഈ ഒരു N റീജിയനിൽ നിന്നും ഈ ഒരു N റീജിയനിലേക്ക് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യില്ല, കാരണം there is no channel. ക്ലിയർ? ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ VGS ഒരു പോസിറ്റീവ് വോൾട്ടേജ് അപ്ലൈ ചെയ്യാം. ഓക്കെ, അതാണ് നമ്മളിവിടെ DC വോൾട്ടേജ് കണക്ട് ചെയ്തതായിട്ട് കാണിച്ചിട്ടുള്ളത്. സോ വി ആർ അപ്ലൈയിങ് എ പോസിറ്റീവ് വോൾട്ടേജ് ടു ദ ഗേറ്റ്. ഗേറ്റിലേക്ക് നമ്മൾ പോസിറ്റീവ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഗേറ്റിലേക്ക് നമ്മൾ പോസിറ്റീവ് വോൾട്ടേജ് ആണ് അപ്ലൈ ചെയ്യുന്നത്. സോ നമ്മളുടെ ഈ ഒരു ബാർ എന്ന് പറയുന്നത് P സബ്സ്ട്രേറ്റ് ആണ്. N ചാനൽ എൻഹാൻസ്മെന്റ് മോസ്ഫെറ്റ് ആണ് നമ്മൾ ഇവിടെ വരച്ചിട്ടുള്ളത്. സോ സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് P ടൈപ്പ് മെറ്റീരിയൽ ആണ്. സോ പോസിറ്റീവ് എന്ത് ആവും? ഈ P ടൈപ്പ് മെറ്റീരിയലിൽ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ഹോൾസ് ആണ്. സോ ഈ പോസിറ്റീവ് ടെർമിനൽ കാരണം നമ്മളുടെ ഈ ഒരു റീജിയനിലുള്ള, അതായത് ഗേറ്റ് കണക്ട് ചെയ്തിട്ടുള്ള ടോപ്പ് മോസ്റ്റ് റീജിയനിലുള്ള ഹോൾസ് ഒക്കെ എന്ത് ചെയ്യും? ബോട്ടമിലേക്ക് മൂവ് ചെയ്യും. ഹോൾസ് എല്ലാം ബോട്ടമിലേക്ക് മൂവ് ചെയ്യും. ഓക്കെ, ഹോൾസ് താഴേക്ക് മൂവ് ചെയ്യും ബിക്കോസ് ഓഫ് ദി എഫക്ട് ഓഫ് ദി പോസിറ്റീവ് ടെർമിനൽ ഓഫ് VGSന്റെ പോസിറ്റീവ് ടെർമിനലിന്റെ എഫക്ട് കാരണം ഇവിടെയുള്ള ഹോൾസ് ഒക്കെ താഴോട്ട് മൂവ് ചെയ്യും. സോ ഇൻ ദിസ് റീജിയൻ, ഇൻ ബിറ്റ്വീൻ ദീസ് ടു N റീജിയൻസ്, there will not be any holes present near the SiO2 ലെയർ. സിലിക്കൺ ഡയോക്സൈഡ് ലെയറിനോട് അടുത്ത് ഹോൾസ് ഒന്നും ഉണ്ടായിരിക്കില്ല. സോ ഹിയർ there will be a depletion region created. ഡിപ്ലീഷൻ റീജിയൻ ഫോർ ഹോൾസ്. സോ ഈ ഒരു റീജിയനിൽ ഇലക്ട്രോൺസ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഹോൾസ് ഉണ്ടാവില്ല. കാരണം ബിക്കോസ് ഓഫ് ദി റിപ്പൽഷൻ ഓഫ് ദി പോസിറ്റീവ് ടെർമിനൽ, ഹോൾസ് എന്ത് ചെയ്യും? താഴേക്ക് മൂവ് ചെയ്യും. അതേപോലെ തന്നെ ഈ P സബ്സ്ട്രേറ്റിലുള്ള മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഈ ഒരു സർഫസിലേക്ക് മൂവ് ചെയ്യും. ഓക്കെ, സോ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഇലക്ട്രോൺസ് സർഫസിലേക്ക് മൂവ് ചെയ്യും. സോ ഇലക്ട്രോൺസ് വിൽ മൂവ് ടു ദ സർഫസ് ആൻഡ് ഹോൾസ് വിൽ മൂവ് ഡൗൺവേർഡ്സ്. ഓക്കെ, സോ ഈ ഒരു റീജിയനിൽ ഇലക്ട്രോൺസ് മാത്രമാണ് ഉണ്ടാവുക. ഓക്കെ, സോ ദർ ഈസ് എ ചാനൽ ഇൻഡ്യൂസ്ഡ്. ചാനൽ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് ഡ്യൂറിങ് ദ റൺ ടൈം. ഈ ഒരു സർക്യൂട്ട് റൺ ചെയ്യുമ്പോഴാണ് അത് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നത്. സോ ഇങ്ങനെ ഇൻഡ്യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ VGS എന്ന് പറയുന്ന വോൾട്ടേജ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ എ ത്രഷോൾഡ് വോൾട്ടേജ്. ഒരു VT എന്ന് പറയുന്ന ഒരു ത്രഷോൾഡ് വോൾട്ടേജിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കണം. നമ്മളിവിടെ VT എന്ന് അസ്യൂം ചെയ്യുന്നത് നമ്മൾ 2 വോൾട്ട് പ്ലസ് 2 വോൾട്ട് ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. സോ VGSന് നമ്മൾ പ്ലസ് 2 വോൾട്ടിലും കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ there will be a channel induced. ഓക്കെ, ലൈക്ക് ദാറ്റ്. സോ ഈ ഒരു ചാനലിൽ ലാർജ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പ്രസന്റ് ആയിരിക്കും. എല്ലാ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സും എന്ത് ചെയ്യും? ഈ ഒരു സർഫസിലേക്ക് അട്രാക്ട് ചെയ്യും ഡ്യൂ ടു ദിസ് പോസിറ്റീവ് ടെർമിനൽ. ഇനി നമ്മൾ VDSന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഇതുവരെ നമുക്ക് VGS ഈക്വൽ ടു 0 ആയിരുന്ന ടൈമിൽ ചാനൽ ഇല്ലാത്തത് കൊണ്ടാണ് കറണ്ട് ഫ്ലോ ചെയ്യാതിരുന്നത്. വെൻ VGS ഈസ് ഗ്രേറ്റർ ദാൻ VT, ഓക്കെ, വെൻ വി ഇൻക്രീസ് ദ VDS, electrons will start to flow through the induced channel. Induce ചെയ്യപ്പെട്ട ഈ ചാനലിലൂടെ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. ക്ലിയർ?
Now when we increase VGS, ID will also increase. നമ്മൾ VGSന്റെ സ്ട്രെങ്ത് കൂട്ടുന്നതിനനുസരിച്ച് more number of electrons will be attracted towards the surface and more number of holes will be repelled downwards. അപ്പോൾ ഹോൾസ് എന്ത് ചെയ്യും, നമ്മൾ VGSന്റെ സ്ട്രെങ്ത് കൂട്ടുമ്പോൾ കൂടുതൽ ഹോൾസ് ഡൗൺവേർഡ് മൂവ് ചെയ്യും, കൂടുതൽ ഇലക്ട്രോൺസ് സർഫസിലേക്ക് വരും. സോ ചാനലിന്റെ സ്ട്രെങ്ത് കൂടുകയാണ് ചെയ്യുന്നത്. സോ അതിനനുസരിച്ച് ഐഡിയുടെ വാല്യൂവും കൂടും. ഓക്കെ, VGSന്റെ സ്ട്രെങ്ത് കൂടുന്നതിനനുസരിച്ച്. ഇനി നമ്മൾ ഈ ഒരു ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ when we look at this characteristics graph, VGSന്റെ വാല്യൂ VT ആവുന്ന ടൈമിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ID 0 ആയിരിക്കും. when we increase VGS greater than VT എന്ന് പറയുന്നത് നമ്മൾ 2 വോൾട്ട് അസ്യൂം ചെയ്യുന്നു. സോ ഗ്രേറ്റർ ദാൻ VT എന്ന് പറയുമ്പോൾ 3 വോൾട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ we will get ID flowing through the ചാനൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടും. സോ ചാനലിലൂടെ ID ഫ്ലോ ചെയ്യാൻ തുടങ്ങും, ഡ്രെയിൻ കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. when we increase the VGS to +4 വോൾട്ട്, സെയിം VDSന്റെ വാല്യൂവിൽ നമുക്ക് കൂടുതൽ ID കിട്ടും, കാരണം ചാനലിന്റെ സ്ട്രെങ്ത് കൂടി, റൈറ്റ്? സോ when VGS equal to 8 വോൾട്ട്, സെയിം VDS എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഓരോ വാല്യൂസിനും ഓരോ കർവിനും നമുക്ക് വരുന്ന ഐഡിയുടെ വാല്യൂ ഡിഫറെന്റ് ആണ്, റൈറ്റ്? സോ സെയിം VDSന് കൂടുതൽ ID ആണ് കിട്ടുന്നത് when the strength of the VGS is greater. Okay, now this graph is between VDS and ID. Okay, output voltage and output current. Now this is the transfer characteristics graph between input voltage, that is VGS, and ID, that is the output current. So transfer characteristics എന്ന് പറയുന്ന ഈ രീതിയിലാണ് വരുന്നത്. ഓക്കെ, VGSന്റെ ഡിഫറെന്റ് വാല്യൂസിന് നമ്മൾ എന്ത് ചെയ്യും, ID നമ്മൾ പ്ലോട്ട് ചെയ്യും. ഐഡിയുടെ വാല്യൂ, ഈ ഒരു ഐഡിയുടെ വാല്യൂസ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നതാണ്. ദിസ് ഈസ് ദ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ്. ഇത്രയാണ് നമുക്ക് മോസ്ഫെറ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ പറയാനുള്ളത്. ഇപ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, when we establish the connections, positive gate voltage is given for the enhancement type MOSFET. So എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എൻഹാൻസ്മെന്റ് ടൈപ്പ് മോസ്ഫെറ്റിൽ ചാനൽ ഇൻഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോസിറ്റീവ് ഗേറ്റ് വോൾട്ടേജ് ഗേറ്റിൽ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു കാര്യം ഓർത്തു വെക്കാം. I hope this session will be helpful for you. See you in the next session.